സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അതെ, മോഹൻലാലിനെ പറ്റി പറയാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ ജീവിതത്തിൽ അഭിനയിച്ചതിനെ പറ്റി ഞാൻ പറഞ്ഞതാണ്. അതായത് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നതെല്ലാം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു മനുഷ്യൻ ആ ഒരു തിരശീലകൾ അല്ലെങ്കിൽ ഒരു മിനി സ്ക്രീനിലോ ബിഗ് സ്ക്രീനിലോ മുൻപിലല്ലാതെ, ക്യാമറ കണ്ണുകൾക്ക് മുൻപിലല്ലാതെ അഭിനയിച്ചൊരു സിറ്റുവേഷൻ അത് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച സമയത്തായിരുന്നു. എല്ലാ വിഷമങ്ങളും തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചുകൊണ്ട്, അതൊന്നും മറ്റുള്ളവരെ കാണിക്കേണ്ട, തൻ്റെ വിഷമങ്ങളെല്ലാം തൻ്റെ സ്വകാര്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ വിയോഗത്തിൽ നെഞ്ച് പൊട്ടിയ ആ ഒരു പുറമേ കാണുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ വിയോഗത്തിൽ. അമ്മ പ്രായമായിട്ടാണ് മരിച്ചതെന്ന് പലരും പറയുന്നുണ്ട്. പ്രായമായിട്ട് മരിച്ചാണ്, മോഹൻലാലിന് അത് അറിയാമായിരുന്നു, അമ്മ പോകുന്നുള്ള അറിയാമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നീണ്ട 10 വർഷത്തോളം അമ്മ പക്ഷാഘാതം വന്നിട്ട് തളർന്ന് കിടപ്പിലായിരുന്നു. അമ്മയ്ക്ക് എഴുന്നേറ്റിരിക്കാനോ അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ 10 വർഷത്തോളം പൂർണ്ണമായിട്ട് തളർന്ന് കിടപ്പിലായിരുന്ന അമ്മയെ പൊന്നുപോലെ, രാജകുമാരിയെ പോലെയാണ് മോഹൻലാൽ നോക്കിയിട്ടുള്ളത്. മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, നിൻ്റെ പ്രായമാണോ മോഹൻലാൽ എന്ന് വിളിക്കാനായിട്ട്, ലാലേട്ടാന്ന് വിളിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. ലാലേട്ടൻ, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ മോഹൻലാൽ എന്ന് വിളിക്കുമ്പോഴും ഒരുപാട് ബഹുമാനത്തോടുകൂടി തന്നെയാണ് സംസാരിക്കുക. ഒരിക്കലും എടാ പോടാന്നല്ല ഞാൻ വിളിക്കുന്നത്. മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിനെ ലാലേട്ടാന്ന് നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ വിളിക്കാം. ആ ലാലേട്ടൻ 10 വർഷത്തോളം അമ്മയെ പൊന്നുപോലെ നോക്കുകയും അമ്മയുടെ ഒരു ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അത് ഭൂമിയുടെ അല്ല ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവിടെ നിന്ന് പറന്ന് അമ്മയുടെ അടുത്ത് വന്ന് അത് ആഘോഷിച്ചിട്ട് മാത്രമേ മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ലാലേട്ടൻ. അപ്പോൾ അത്രമാത്രം അമ്മയോട് ഇഷ്ടമുണ്ടായിരുന്ന, തൻ്റെ അമ്മയെ പോലെ തൻ്റെ കൂടെ അഭിനയിക്കുന്ന ആളുകളെ കണ്ടിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയാണ് മോഹൻലാൽ. വേറൊരു കമൻറ്റ് ഞാൻ പിന്നീട് കാണാൻ ഇടയുണ്ടായത്, 3000 സ്ത്രീകളും ഒപ്പം മോശമായിട്ടുള്ള രീതിയിൽ നടന്നിട്ടുള്ള മോഹൻലാലിന് അമ്മയോട് എന്ത് സ്നേഹമായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ 3000 സ്ത്രീകളുമായിട്ട് മോഹൻലാൽ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ എല്ലാവരുടെയും ലാലേട്ടൻ അമ്മയെ അമ്മയായിട്ടും പെങ്ങളെ പെങ്ങളായിട്ടും ഒക്കെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ അതൊരു ലോജിക്കില്ലാത്ത കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ്റെ വീട്ടിലെ വിഷമകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടു, നമ്മൾ ചർച്ച ചെയ്താണ്. നമ്മുടെ വീഡിയോസ് പല രീതിയിൽ പല ആളുകൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം, ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു അടുത്ത സമീപ കാലയളവിൽ ഒരുപാട് നല്ല നടന്മാരെ അല്ലെ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് നഷ്ടമായത്. അങ്ങനെ ശ്രീനിവാസൻ പോയി. ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യന് ശേഷം പിന്നീട് മോഹൻലാലിൻ്റെ അമ്മ പോകുന്നു. പിന്നീട് അതിന് ശേഷം മേജർ രവിയുടെ സഹോദരൻ മരിച്ചു പോകുന്നു. മേജർ രവിയുടെ സഹോദരന് അസുഖം ബാധിച്ചിട്ട് അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത്. ആ സഹോദരൻ മരിച്ച സമയത്ത് മേജർ രവി വിഷമിച്ച് കരഞ്ഞ് ഇരിക്കുന്ന ഒരു വീഡിയോയും നമ്മൾ കാണുന്നുണ്ട്. എവിടെ എന്ത് നടന്നാലും, വിവാഹം നടന്നാലും മരണം നടന്നാലും എന്ത് നടന്നാലും ക്യാമറയും കുത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ റീൽസിൻ്റെ ഒരു ബഹളം തന്നെ ആയിരിക്കും. റീൽസോളികൾ കുറേ എണ്ണമുണ്ട്. നീലക്കുയിൽ, മഞ്ഞക്കുയിൽ, പച്ചക്കുയിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ വീഡിയോയും പിടിച്ചുകൊണ്ട്, അത് ഇവന്മാർ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ അവരുടെ ഇങ്ങനെ വെച്ചെടുക്കും. മീൻസ് ഇവർക്ക് ഫേസ് അല്ല ആവശ്യം, ഇവർക്ക് അല്ലാതെ എങ്ങനെയെങ്കിലും വീഡിയോ കിട്ടിയാൽ മതി, റീച്ച് ആവുന്ന വീഡിയോ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ പരിപാടി ചെയ്യുന്നത്. ഞാൻ ഈ ലാലേട്ടൻ്റെ വീട്ടിൽ പോയി നിന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല ആളുകളുടെയും അവരുടെ വിഷമകരമായിട്ടുള്ള അവസ്ഥകൾ ഒപ്പിയെടുത്തുകൊണ്ട്, മരണസമയത്ത് ലാലേട്ടൻ ചെയ്തത് കണ്ടില്ലേ, മരണസമയത്ത് വെള്ളം കുടിക്കുന്ന ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ വീഡിയോസ് ഇടുന്നത്. ഇതൊരു പരിധി വരെ ഒരു കൺട്രോൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇതൊരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. ഞാൻ ചിന്തിച്ചൊരു കാര്യം തന്നെയാണ്, ഈ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് എന്ന് പറയുന്നൊരു സാധനം അങ്ങനത്തെ രീതിയിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പോസിബിൾ അല്ല. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് അവരുടെ വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുക്കാനായിട്ട് മീഡിയാസിൻ്റെ ടാഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മീഡിയാസിന് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവരെന്താണോ ചെയ്യുന്നത് അതിൻ്റെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് ഒരു റെസ്ട്രിക്ഷൻ വെക്കുക അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിധി വരെ ഈ കോമാളിത്തരം നമുക്ക് തടയാൻ സാധിക്കും. കുറച്ച് ആളുകൾക്ക് മാത്രം ഇത് കിട്ടുക, എല്ലാ ആളുകൾക്കും ഇങ്ങനെ കിട്ടുന്ന ഒരു പരിപാടി നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് തടയാം. അപ്പോൾ അങ്ങനെ ഈ ഒരു മേജർ രവി എന്ന് പറയുന്ന മനുഷ്യൻ്റെ സഹോദരൻ മരിച്ച സമയത്ത് മേജർ രവി തകർന്ന് നിൽക്കുമ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. കണ്ടില്ലേ, തൻ്റെ സഹോദരനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് മേജർ രവി എന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. വിങ്ങിപ്പൊട്ടി അദ്ദേഹം ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിൽ നമുക്കറിയാം മേജർ രവി ആയിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു. ആൻ്റണി പെരുമ്പാവൂരും അങ്ങനെ കുറേ ആളുകളുണ്ട്. മേജർ രവി ഞാൻ കയറി ചെല്ലുന്ന സമയത്തെല്ലാം മേജർ രവി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മോഹൻലാലിനൊപ്പം നിന്ന മേജർ രവി അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ മോഹൻലാൽ ആ വീട്ടിലേക്ക് വന്നില്ല എന്നുള്ളത് പരാതിയുമായിട്ട് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്.
അവർ പറഞ്ഞത് ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്. മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ മോഹൻലാൽ ആ ഒരു വീട്ടിലേക്ക് എത്തി നോക്കുകയോ അല്ലെ വീട്ടിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. എന്താണ് സംഭവം? മോഹൻലാൽ ഇത്രയ്ക്കും നന്ദിയില്ലാത്തവനാണോ? നന്ദി കെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണോ മോഹൻലാൽ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ലാലേട്ടൻ വന്നില്ലല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ആര് മരിച്ചാലും പുള്ളി അവിടെ ഓടിയെത്തുന്ന ഒരാളാണ്. അങ്ങനെയാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. അതായത് മോഹൻലാലിനോ അല്ലെങ്കിൽ ആർക്കെന്തൊരു വിഷയം വന്നാലും ആദ്യം ഓടിയെത്തുന്ന മേജർ രവി എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നൊരു മേജർ രവിയുടെ കാര്യത്തിന് മാത്രം മോഹൻലാൽ പോയിട്ടില്ല എന്നാണ് ഈ പറയുന്ന കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മോഹൻലാലിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയാണ് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകളിലും മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും മോഹൻലാലിനെതിരെ അപഖ്യാതികളും അപരാധങ്ങളും പറയുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ മോഹൻലാൽ എങ്ങനെയും തീർന്നു കാണണം, മോഹൻലാൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ, ഇതൊരിക്കലും മമ്മൂക്ക ഫാൻസ് ആണെന്നോ കോൺഗ്രസ് ആണെന്നോ BJP ആണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ ഞാൻ പറയാനോ അല്ലെങ്കിൽ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നില്ല. ഇതൊരിക്കലും അങ്ങനെയുള്ള ആളുകളായിരിക്കത്തില്ല. കുറച്ച് ഇക്ക ഭക്തൻസ് എന്ന് പറയുന്ന, ഏട്ടൻ ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് മന്ദബുദ്ധികളായിരിക്കും, മണ്ടോദരികളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് ഈ ഒരു പരാമർശമായിട്ട് വരാൻ സാധ്യതയുള്ളത്, അങ്ങനെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അവർ വന്നിട്ടാണ് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഒരിക്കലും മോഹൻലാലോ മമ്മൂട്ടിയോ അങ്ങനെയുള്ള ആരും, ഈവൻ മേജർ രവി ആണെങ്കിൽ പോലും ഇങ്ങനെ എൻ്റെ വീട്ടിൽ വന്നില്ലോ എന്ന് വിചാരിക്കത്തൊന്നുമില്ല. ഒരു മരണമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരു വിവാഹമോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പകരത്തിന് പകരം പോവാം. അതായത് ഇപ്പോൾ മേജർ രവി എൻ്റെ വീട്ടിൽ വന്നു, ഞാൻ മേജർ രവിയുടെ വീട്ടിൽ പോകുന്നു, അങ്ങനെ പകരത്തിന് പകരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. അതൊരു ഫംഗ്ഷനാണ് നടക്കുന്നതെങ്കിൽ, ഒരു ഇവൻ്റാണ് നടക്കുന്നതെങ്കിൽ. ഇത് ശരിക്കും പറഞ്ഞ ഒരു മരണമാണ് നടന്നിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഒരു വീട്ടിൽ നമ്മുടെയൊക്കെ ഒരു റിലേറ്റീവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 16 എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ 16 എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. ഈ ചടങ്ങ് കഴിയുന്നത് വരെ പുറത്തേക്കൊന്നും അധികം പോവാതിരിക്കുക. ഈ ചടങ്ങ് വരെയും നമ്മുടെ കൂടെ ആത്മാവുണ്ടെന്നുള്ളൊരു സങ്കല്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ചടങ്ങ് കഴിയുന്നത് വരെ, അതിനെ ഇരുത്തുന്നത് വരെയൊക്കെ പുറത്തേക്ക് അധികം പോകാതിരിക്കുക, യാത്രകൾ ചെയ്യാതിരിക്കുക. ആ ചടങ്ങുകളെല്ലാം പൂർത്തിയായതിനു ശേഷം മുടി വെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ആചാരമായിട്ട് തന്നെ കാണണം. മോഹൻലാൽ ഹിന്ദു ആണ്, ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ടതൊന്നും അല്ല. അപ്പോൾ അങ്ങനെ ഒരു ആചാരമുണ്ട്. അങ്ങനെ ഒരു ആചാരം നിലനിൽക്കെ തന്നെ മോഹൻലാൽ അവിടെ വന്നില്ല എന്ന് അവകാശപ്പെടുന്ന ആളുകളൊന്ന് ചിന്തിക്കുക. എന്ത് ലോജിക്കാണ് നിങ്ങൾ പറയുന്നതിലുള്ളത്? തൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്നിട്ട് ഏകദേശം ഒരാഴ്ചക്കകത്തായിട്ടേ ഉള്ളൂ. അതിനകത്താണ് ഈ ഒരു വിയോഗം കൂടി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ വീട് വിട്ട് എങ്ങനെ ഇറങ്ങാൻ സാധിക്കും? ആ ചടങ്ങുകൾ അദ്ദേഹത്തിന് ചെയ്യണ്ടേ? ആ ചടങ്ങുകൾ അദ്ദേഹം ചെയ്യേണ്ടത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത. അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് ഈ മേജർ രവിയെ ആശ്വസിപ്പിക്കുകയും മേജർ രവിക്ക് ആശ്വാസവാക്ക് പകരുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പലയിടത്തും കണ്ടു, ഇപ്പോൾ നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ അങ്ങനെ ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോഴും വിരളി പിടിച്ചുകൊണ്ട് ആളുകൾ പറയുന്ന മോഹൻലാൽ അവിടെ വന്നില്ല. അതും വേറെ ആരും പറയുന്നില്ല, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ പറയുന്നില്ല, ദിലീപോ അല്ലെങ്കിൽ മറ്റൊരു നടന്മാരെയും പറയുന്നില്ല, മോഹൻലാൽ അവിടെ വന്നില്ല. എന്താണ് കാര്യം? എന്താണ്? എങ്ങനെയും മോഹൻലാലിൻ്റെ മാർക്കറ്റ് തകർന്നു. ഇപ്പോൾ മോഹൻലാൽ ഏകദേശം ഇപ്പോൾ ഇറങ്ങിയ ഒരു ഋഷഭയോ അങ്ങനെ എന്ന് പറയുന്ന സിനിമ, അത് ഏകദേശം പൊട്ടിയ വക്കിലാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സിനിമയൊക്കെ പൊട്ടി നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടി ബൂസ്റ്റ് കിട്ടും. എന്താണ്? മോഹൻലാലിനെതിരെ ഒരു ആരോപണം പറയുമ്പോൾ കുറച്ചുകൂടി ബൂസ്റ്റ് ആവും എന്നുള്ള പേരിലായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെ മോഹൻലാലിനെ തകർത്തെറിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്കറിയാം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പകരം വെക്കാനില്ലാത്ത നടന്മാരാണ്, പകരക്കാരില്ലാത്ത നടന്മാരാണ്. അങ്ങനെ ആ ഒരു പകരക്കാരില്ലാത്ത നടന്മാർക്കിടയിൽ ഇല്ലാത്ത വിഷമങ്ങളാണ് ഈ ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് മണ്ടന്മാർക്കിടയിലുള്ളത്. ഇവന്മാർ വെറുതെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ. എന്തൊരു കഷ്ടമാണല്ലേ. മോഹൻലാലിന് ആ ചടങ്ങുകൾ കഴിയാതെ മോഹൻലാൽ വീട് വിട്ടിറങ്ങാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും മോഹൻലാലിനെതിരെ വിദ്വേഷ പരാമർശവുമായിട്ട് അല്ലെങ്കിൽ മോഹൻലാലിനെ കരിവാരത്തേക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ചിന്താഗതി, അത് മോശമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.